2022 റിലീസായ മാജിക് ഓഫ് സീറോ എന്ന രസകരമായ ഒരു തായ് കഥയാണ് ഇന്ന് ഞാൻ കൂട്ടുകാർക്കായി കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ മിൽക്കിനെ കാണിച്ചുകൊണ്ടാണ്. മിൽക്ക് അവൾ ജോലി ചെയ്യുന്ന ഓഫീസിലേക്ക് രാവിലെ കയ്യിൽ കുറെ സാധനങ്ങളുമായി വരുന്നു. അവളുടെ കൊളീഗ് ആകട്ടെ അവളോട് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് അകത്തേക്ക് കയറി പോകുന്ന സമയത്ത് ഡോർ വലിച്ചു തുറന്ന് ഇങ്ങനെ പോകുമ്പോൾ അത് പിറകെ വന്ന മിൽക്കിനെ ശക്തിയിൽ ഇടിക്കാനായി വരുന്നുണ്ട്. മിൽക്കിന്റെ കയ്യില് സാധനങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് അവൾക്ക് അത് തടുക്കാൻ സാധിക്കുന്നില്ല. അതിപ്പോ മുഖത്തടിക്കുമെന്ന് പേടിക്കുന്ന മിൽക്ക് ആകെപ്പാടെ ഒന്ന് നിലവിളിച്ച് കയ്യിലെ സാധനങ്ങൾ താഴെ ഇട്ട് അങ്ങനെ സ്റ്റക്കായി നിൽക്കാണ്. ഭാഗ്യവശാൽ ആ ഒരു ഡോർ അവളെ വന്ന് അടിക്കും മുന്നേ അത് ഡ്യൂ എന്ന പയ്യൻ തടുക്കുന്നു. ഈ ഡ്യൂ മിൽക്കിനെ സേവ് ചെയ്തെങ്കിലും അവൾ പെട്ടെന്ന് ഇവൻ ഇങ്ങനെ ഹെൽപ്പ് ചെയ്തത് കണ്ട് ഒരു താങ്ക്സ് പറയുകയോ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് സൈറ്റ് ലവ് അടിച്ച കണക്ക് അവനെ നോക്കി നിൽക്കുക ഒന്നും ചെയ്യാതെ നിലവിളിച്ചുകൊണ്ട് അവനെ തള്ളിയിട്ട് ഒരു ഒറ്റ ഓട്ടായിരുന്നു. ഡ്യൂ മിൽക്ക് ജോലി ചെയ്യുന്ന അതേ സ്ഥാപനത്തിലേക്ക് പുതുതായി ജോലിക്ക് എത്തിയ പയ്യനാണ്. അവൻ ഇവിടെ പുതുതായി ജോലിക്ക് വന്നതാണെങ്കിലും ഈ ഒരു ഗ്രാഫിക് ഡിസൈനറായി നല്ല പ്രവൃത്തി പരിചയമുള്ള അവനെ പുതിയ പ്രോജക്റ്റിന്റെ ഭാഗമായി അസിസ്റ്റ് ചെയ്യാനായി മിൽക്കിനോട് ബോസ് പറയുമ്പോൾ അവൾക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ഒന്നാമത് ഇവനെ കാണുമ്പോൾ അവൾ വളരെ അൺകംഫർട്ടബിൾ ആയി ഫീൽ ചെയ്യുന്നു. പക്ഷെ ബോസിനോട് അത് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൾ ആ സങ്കടം അവളുടെ കൊളീഗിനോട് പിറുപിറുക്കുമ്പോൾ അതിന് ഈ പയ്യനെന്താ കുഴപ്പം, നിനക്കെന്താ ഇവനെ കാണുമ്പോൾ ഇത്രയ്ക്ക് ബുദ്ധിമുട്ടെന്ന് ചോദിക്കുന്ന സമയത്ത് നിനക്കറിയാലോ എനിക്ക് സർക്കിൾ ഫോബിയ ഉണ്ടെന്ന്, വട്ടത്തിലുള്ള എന്ത് കണ്ടാലും എനിക്ക് പേടിയാ. അപ്പൊ തന്നെ അവന്റെ കണ്ണട കണ്ടോ വട്ടത്തില്, അത് കണ്ടിട്ട് ഞാൻ എങ്ങനെ അവന്റെ മുഖത്ത് നോക്കുന്നത്, എനിക്ക് പേടിയായിട്ട് വയ്യാന്ന്. അവൾക്ക് വട്ടത്തിലുള്ള സാധനങ്ങൾ കണ്ടാൽ പൊതുവെ ഒരു പേടിയും വെപ്രാളും വരുന്ന ഒരവസ്ഥയുണ്ട്. ആ കാര്യത്തെ പറ്റി പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഡ്യൂ അവൻ ആദ്യമായി ജോലിക്ക് ഇവിടെ വന്ന സ്ഥിതിക്ക് കൊളീഗ്സിനൊക്കെ ഒരു സമ്മാനം കൊടുക്കുക എന്ന് പറഞ്ഞ് ഒരു ക്യാറ്റിന്റെ ചെറിയൊരു ടോയ് കൊടുക്കുന്നു. അത് കിട്ടുന്ന കൊളീഗിന് അയ്യേ ഇങ്ങനെയൊക്കെയാണോ ഗിഫ്റ്റ് കൊടുക്കുന്നത്, അത് കൊള്ളത്തേ ഇല്ല എന്ന് പറഞ്ഞ് അത് നിരസിക്കുമ്പോ ഒരാളെ ഗിഫ്റ്റ് തരുമ്പോ ഇങ്ങനെയാണോ പറയേണ്ടതെന്ന് ചോദിച്ച് മിൽക്ക് അതിൽ ഇടപെടുമ്പോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ഒരെണ്ണം എടുത്തോന്ന് പറഞ്ഞ് മിൽക്കിന് അവനൊരു ക്യാറ്റിന്റെ ടോയ് കൊടുക്കുന്നു. അവളത് വാങ്ങിച്ച് കയ്യിൽ വെക്കാണ്. കാരണം ഗിഫ്റ്റ് തരുമ്പോ അത് അവഗണിക്കാൻ പാടില്ല എന്ന് ഇപ്പൊ പറഞ്ഞതല്ലേ ഉള്ളൂ. അങ്ങനെ എന്തായാലും അവൾ അവിടെ ഇരിക്കുന്ന സമയത്ത് ഡ്യൂ അവളോട് അങ്ങോട്ട് ചെന്ന് സംസാരിക്കുന്നു. എല്ലാവരും ഇവിടെ എന്നോട് വളരെ കാര്യമായിട്ടാണ് സംസാരിക്കുന്നത്. പുതിയൊരു സ്ഥലത്തേക്ക് ജോലിക്ക് വരുമ്പോ ഞാനും അത് തന്നെയാ ആഗ്രഹിക്കുന്നത്. പക്ഷെ നിങ്ങൾ മാത്രം എന്താ എന്നെ കാണുമ്പോൾ ഒരുമാതിരി അവോയ്ഡ് ചെയ്യുന്നത്, എന്നെ പേടിയുള്ള കണക്ക് എന്തിനാ ഇങ്ങനെ പെരുമാറുന്നത് എന്നെല്ലാം അവൻ ചോദിക്കുമ്പോ അയ്യേ പേടിയോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ഞാൻ എന്റെ ജോലിയിൽ കുറച്ച് ബിസി ആയതുകൊണ്ടാ എന്ന് പറഞ്ഞ് അവള് ഭയങ്കര ബിസി ആണെന്ന രീതിയിൽ ബിൽഡപ്പ് കൊടുത്തിരിക്കുന്ന സമയത്താണ് അവൾക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് പണി ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ തന്നെ അവളൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാണ്. അതിൽ 10% ഡിസ്കൗണ്ട് എന്ന രീതിയിൽ ടൈപ്പ് ചെയ്ത് വിടണം. അവൾക്കാണെങ്കിൽ 10 എന്ന് ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം ആ ഒരു 0 ടൈപ്പ് ചെയ്യുമ്പോൾ അത് വട്ടത്തിലല്ലേ, വട്ടത്തിലുള്ള എന്ത് കണ്ടാലും ഇവക്ക് പേടിയായതുകൊണ്ട് അവൾ ആ 0 ടൈപ്പ് ചെയ്യാൻ വേണ്ടി കീപാഡിൽ പ്രസ് ചെയ്യാനായിട്ട് പേടിച്ചിരിക്കുകയാണ്. കണ്ണു അടച്ച് എങ്ങനെയും അത് ടൈപ്പ് ചെയ്യാന്നൊക്കെ കരുതി അത് അവള് നോക്കുന്ന സമയത്ത് അവൻ അവളെ വീണ്ടും സംസാരിക്കാനായി വിളിക്കുമ്പോൾ അവൾ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട്. അവൾക്കാണെങ്കിൽ വേഗം തന്നെ ഇത് തീർത്ത് മാനേജർക്ക് അയച്ചു കൊടുക്കുകയും വേണം. അത് മനസ്സിലാക്കുന്നവൻ ശരി ഞാൻ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല എന്നവളോട് പറഞ്ഞു ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിലും ഇവൾക്ക് എന്തോ കുഴപ്പമുണ്ട് എന്നത് അവന് മനസ്സിലാവുന്നു. ഇവൾക്ക് ഇതുപോലെ സർക്കിൾ ഫോബിയ ഉണ്ടെന്നോ തന്റെ മുഖത്തെ കണ്ണാടി കണ്ടിട്ടാണ് ഇവള് പേടിക്കുന്നതെന്നോ അവന് മനസ്സിലാവുന്നില്ല. പിന്നീട് തന്റെ കൊളീഗിനോട് ഇതുപോലെ എനിക്ക് അവനെ കാണുന്നതേ പേടി, അവനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാൻ വരുക, കൂടാതെ ബോസ് അവന്റെ കൂടെ വർക്ക് ചെയ്യണമെന്നും ആവശ്യപ്പെടുന്നു. എന്ത് ചെയ്യുന്ന അവള് ടെൻഷൻ പങ്കുവെക്കുന്ന സമയം നിന്റെ പ്രശ്നങ്ങൾ എനിക്കറിയാലോ, നിനക്ക് സർക്കിൾ ഫോബിയ ഉള്ളത് ഞാൻ ഓക്കെ ആയിട്ടല്ലേ കാണുന്നത്, അതുപോലെ നീ അവനോട് കാര്യം പറ, അവനും കാര്യം മനസ്സിലാക്കും, ആ കണ്ണാടി മാറ്റും, പിന്നെ അവനെ നോക്കാനോ അവരോട് വർക്ക് ചെയ്യാനോ നിനക്ക് ബുദ്ധിമുട്ട് കാണില്ലല്ലോ എന്ന് കൊളീഗ് പറയുമ്പോൾ അവനെ പോലാണോ നീ, നമ്മൾ തമ്മിൽ കോളേജ് തൊട്ടേ അറിയാവുന്നതല്ലേ, നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, അത് കണക്കാണോ വേറൊരാൾ അവനോട് ചെന്ന് അതും ഇന്ന് കണ്ട ദിവസം തന്നെ അവനോട് ഇങ്ങനെ കണ്ണാടി മാറ്റണം, ഈ കണ്ണാടി വെക്കുന്ന എനിക്ക് പേടി എന്നൊക്കെ പറഞ്ഞാൽ അവൻ എനിക്ക് വട്ടാന്നല്ലേ വിചാരിക്കുമെന്ന് അവള് പറയുന്നു. അങ്ങനെ ഇവർ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഡ്യൂ വരാണ്. അവൻ ഇവര് ഫുഡ് കഴിക്കാനിരിക്കുന്ന ഈ സ്ഥലത്ത് വന്ന് ഞാനും ഇവിടെ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യട്ടെ എന്ന് ചോദിച്ച് അവിടെ ഇരിക്കാൻ ഈ താല്പര്യം പ്രകടിപ്പിക്കുമ്പോൾ പറ്റില്ല എന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് അവരവിടെ ഇരുത്തുന്നു. കൂടാതെ അവൻ കൊണ്ടുവന്ന് വെച്ച് ജ്യൂസ് ബോട്ടിലിൽ പോലും വണ്ടക്ക അക്ഷരത്തില് 0 എന്ന് എഴുതിയിട്ടുണ്ട്. ആ 0യുടെ വട്ടം കാണുമ്പോൾ ആ കുപ്പിയിലേക്ക് പോലും നോക്കാൻ പേടിച്ച് അവൾ അവിടെ ഇരിക്കുകയാണ്. കൂടാതെ അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ മാക്സിമം അവനെ അവോയ്ഡ് ചെയ്ത് അവന്റെ മുഖത്തേക്കേ നോക്കാതെയാണ് അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ കൊളീഗ് ഇരിപ്പുണ്ടെങ്കിലും ഡ്യൂ കൂടുതലായും മിൽക്കിന്റെ കാര്യത്തിലാണ് താല്പര്യം കാണിക്കുന്നത്, അവളോട് സംസാരിക്കാനാണ് അവന് ഇൻട്രസ്റ്റ് എന്നതൊക്കെ കൊളീഗിനും മനസ്സിലാവുന്നു. കൂടാതെ അന്ന് താമസ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞ അമ്മയോട് ഓഫീസിൽ നടന്ന കാര്യങ്ങളെല്ലാം മിൽക്ക് പങ്കുവെക്കാണ്. എന്നെ ഒരു പയ്യൻ സഹായിച്ചു, പക്ഷെ അവൻ സഹായിച്ചത് പോലും പരിഗണിക്കാതെ അവന്റെ മുഖത്തിരിക്കുന്ന വട്ട കണ്ണട കണ്ട് ഞാൻ പേടിച്ച് അവനെ തള്ളി മാറ്റി ഓഫീസിലേക്ക് ഓടിക്കയറിപ്പോയി. പക്ഷെ പിന്നീട് അറിയുന്നത് എന്റെ സൂപ്പർവൈസർ ആയിട്ട് അവിടെ ജോയിൻ ചെയ്ത പുതിയ ആളായിരുന്നു ആ പയ്യനെന്നല്ല അവൾ ഇങ്ങനെ പറയുമ്പോൾ അമ്മ അതെല്ലാം കേട്ട് ചിരിക്കുന്നുണ്ട്. കൂടാതെ അവളോട് ഇതൊന്നും വലിയ കുഴപ്പമുള്ള കാര്യമല്ല, നീ അവനെ കൂടുതൽ മൈൻഡ് ആക്കാതെ കൂടുതൽ സംസാരിക്കാൻ പോതിരുന്നാൽ നിനക്ക് ഇങ്ങനെ പേടിക്കേണ്ട കാര്യം വരില്ല എന്ന് പറയുന്ന കൂട്ടത്തിൽ തന്നെ അടുത്ത ദിവസം പൗർണമിയാണ്, അന്ന് നീ നേരത്തെ വീട്ടിലേക്ക് വരണം എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുന്ന അവളുടെ മുഖഭാവം മാറുന്നു. അവൾ എന്തോന്ന് ആലോചിച്ച ശേഷം കുറച്ച് ഗൗരവത്തിൽ തന്നെ വരാം അമ്മ എന്ന് പറഞ്ഞ് വേഗം റൂമിലേക്ക് പോകുന്നു. അങ്ങനെ അടുത്ത ദിവസം നമ്മൾ രാവിലെ തന്നെ കാണുന്നത് ഒരു കഫേയിൽ വന്നിരുന്ന് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാനായി വന്ന ഫുഡിന്റെ ഫുഡ്
ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന ഡ്യൂവിനെയാണ്. ഡ്യൂള അതേ കഫേയുടെ കിച്ചന്റെ ഡോറ് തുറന്ന് അങ്ങോട്ടേക്ക് മിൽക്ക് വരുന്നുണ്ട്. അവൾ ഇങ്ങനെ ഡ്യൂവിനെ കണ്ട് ഇവനെന്ത് ഇവിടെ എന്നുള്ള മട്ടില് അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോ അങ്ങോട്ടേക്ക് അവളുടെ അമ്മ വരുന്നു. എന്താടി നീ ആ പയ്യനെ നോക്കുന്നത്? നിനക്ക് അവനെ ഇഷ്ടപ്പെട്ടോന്നെല്ലാം അമ്മ കളിയാക്കുമ്പോ ഓ അതൊന്നും അല്ല അമ്മ, ഞാൻ പറഞ്ഞില്ല എന്റെ ഒരു പുതിയ കൊളീഗിനെ പറ്റി, പുള്ളിക്കാരനെ ഇതെന്ന് അവള് പറയുമ്പോ ആണോ, എന്നിട്ട് കണ്ണടയൊന്നും വെച്ചിട്ടില്ലല്ലോ, വട്ടത്തിലെ കണ്ണട ഉണ്ടെന്നല്ലേ നീ പറഞ്ഞെന്നില്ല അമ്മ പറയുമ്പോഴാണ് അവള് ആ ശരിയാണല്ലോ ഇന്ന് ആ കണ്ണട ഇല്ലല്ലോ എന്ന കാര്യം ഓർക്കുന്നത്. എന്തായാലും നമ്മുടെ കസ്റ്റമർ അല്ലേ, നീ പോയി പുള്ളിക്കാരൻ ഓർഡർ ചെയ്ത ഫുഡ് കൊണ്ട് കൊടുക്കാനൊക്കെ പറഞ്ഞ് അമ്മ അവളെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുമ്പോ ഞാൻ കൊടുക്കണോ, അമ്മയ്ക്ക് കൊടുത്താ പോരേന്ന് അവൾ ഒഴിഞ്ഞു മാറാൻ നോക്കുമ്പോ നിനക്ക് ഓൾറെഡി ആ പയ്യനെ അറിയാലോ, കൂടാതെ നീ പേടിക്കുന്ന പോലെ കണ്ണടയും വെച്ചിട്ടില്ല, നീ തന്നെ കൊണ്ടു കൊടുക്കാനായി അമ്മ പറയുന്നു. കാരണം ഡ്യൂ ഇപ്പൊ വന്നിരിക്കുന്ന ഈ ഒരു കഫേ മിൽക്കിന്റെ അമ്മ നടത്തുന്നതാണ്. കൂടാതെ അവൾ അത് സെർവ് ചെയ്യാൻ പോകുന്ന സമയത്ത് അമ്മ അവളോട് പ്രത്യേകം ദേ നമ്മുടെ കാര്യങ്ങൾ നീ മറക്കരുത്, എപ്പോഴും അത് മനസ്സിൽ വെച്ച് വേണം പെരുമാറാൻ എന്ന് പ്രത്യേകം അവളെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ അവൾ അവിടെ ഓർഡർ ചെയ്ത ഫുഡ് സെർവ് ചെയ്യുന്ന സമയത്താണ് മിൽക്കിനെ ഡ്യൂ കാണുന്നത്. അവനാകട്ടെ അവന് പുതിയൊരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ അതിനുവേണ്ടി കേക്കിന്റെ ഒക്കെ പിക്ചർ ലൈവ് ആയിട്ട് എടുക്കാനായിട്ട് ഈ കഫേയിലേക്ക് വന്നതാണെന്നൊക്കെ പറയുമ്പോൾ ഇവൻ ഓഫീസിൽ തന്റെ സൂപ്പർവൈസർ ആയതുകൊണ്ട് തന്നെ അവനോട് അവളുടെ പ്രോജക്റ്റിന്റെ ചില ഡൗട്ട് ഒക്കെ ചോദിച്ച് ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനെ ഇവർ ഒന്നിച്ചിരുന്ന് അതിനെപ്പറ്റി സംസാരിക്കുന്ന സമയത്ത് ഓൾറെഡി ഇവന്റെ മുഖത്ത് ആ ഒരു വട്ട കണ്ണട ഇല്ലാത്തതുകൊണ്ട് അവള് കുറച്ച് ധൈര്യത്തോടൊക്കെ അവന്റെ മുഖത്തേക്കൊക്കെ നോക്കി സംസാരിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ എപ്പോഴോ ലാപ്ടോപ്പിൽ പൂർണ്ണചന്ദ്രന്റെ ഒരു പിക്ചർ വരുന്നു. അത് നല്ല വട്ടത്തിലാണല്ലോ. പെട്ടെന്ന് അത് കാണുമ്പോഴേ അവൾ ആകെ പേടിച്ച് എഴുന്നേറ്റ് സ്ഥലകാല ബോധം ഇല്ലാതെ നിൽക്കാണ്. അവൻ ആദ്യം കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. എന്ത് പറ്റി, എന്താ പെട്ടെന്ന് ഒരു മാറ്റം എന്നെല്ലാം അവൻ ചോദിക്കുമ്പോൾ തനിക്ക് എന്തോ പന്തികേടുണ്ടെന്ന് തന്നെ ഇവന് ഇപ്പൊ എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഉറപ്പായതുകൊണ്ട് അവൾ അതിനെപ്പറ്റി അവനോട് സംസാരിക്കുന്നു. വേറെ ഒന്നുമല്ല, എനിക്ക് ഇങ്ങനെ ഈ ഫുൾ മൂൺ ഒക്കെ കാണുന്നത് ഭയങ്കര പേടിയാണെന്ന്. അവൾ അത് പറഞ്ഞു തീരുമ്പോഴേക്കും അതെന്താ അങ്ങനെ, ഇത് എപ്പോ തൊട്ട് തുടങ്ങി എന്നിങ്ങനെ കൂടുതൽ ക്വസ്റ്റ്യനിങ് ഒന്നും ഇല്ലാതെ അവൻ പെട്ടെന്ന് ലാപ്ടോപ്പ് അടച്ചു വെച്ചിട്ട് അയ്യോ സോറി ഞാൻ അറിഞ്ഞോണ്ടല്ല പിക്ചർ വെച്ചത് എന്നൊക്കെ പറയുമ്പോൾ അതെനിക്കും അറിയാലോ, അതിന് സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് അവളും പറയുന്നു. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം താൻ തന്റെ ക്ലയന്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത ആ ഒരു പോസ്റ്റർ മിൽക്ക് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് അത് ക്ലയന്റിന് ഇഷ്ടപ്പെട്ടതേ ഇല്ല. ക്ലയന്റ് അവളെ ഒരുപാട് വഴക്ക് പറയുന്നു. ഇങ്ങനെയാണോ ഒരു ക്ലയന്റിന് വേണ്ടി പോസ്റ്റർ ഉണ്ടാക്കുന്നത്, ക്ലയന്റിന് എന്താണ് വേണ്ടെന്ന് വെച്ചാൽ അത് വേണ്ട പോസ്റ്ററിൽ കാണിക്കാൻ, അല്ല നിങ്ങളുടെ ഡിസൈനുകളാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നൊക്കെ ഒരുപാട് ഷൗട്ട് ചെയ്യുന്നു. അവളാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് വളരെയധികം റിസർച്ച് ഒക്കെ ചെയ്ത് വളരെ മനോഹരമായ ഒരു പോസ്റ്റർ ട്രൈ ചെയ്തതാണ്. പക്ഷെ ഇയാൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആകെ അപ്സെറ്റ് ആവുന്ന അവൾ സങ്കടപ്പെട്ട് പിന്നീട് ഓഫീസിൽ ഇരിക്കുന്നത് കാണുന്ന ഡ്യൂ അത് മനസ്സിലാക്കുകയും അവളെ ഒന്ന് ചിയർ ചെയ്യാനായി പുറത്തേക്ക് ഫുഡ് കഴിക്കാനായി കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. അന്നത്തെ ദിവസവും അവൻ ആ ഒരു വട്ടത്തിലെ കണ്ണട വെച്ചിട്ടില്ലാത്തത് കൊണ്ട് അവൾ പേടിയില്ലാതെ അവൻ വിളിക്കുമ്പോൾ കൂടെ പോകുന്നു. പക്ഷെ ഫുഡ് കണ്ടിട്ടും ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെ വിഷമിച്ചിരിക്കുമ്പോൾ അവൻ ഒരുപാട് മോട്ടിവേറ്റിംഗ് ആയ കാര്യങ്ങൾ അവളോട് സംസാരിക്കുന്നു. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പ്രത്യേകിച്ച് ഇതുപോലെ ഒരു ഫീൽഡിൽ ചിലപ്പോൾ നമ്മൾ എത്ര മനോഹരമായിട്ട് ചെയ്താലും അതിന്റെ പേരിൽ നമ്മൾ ഒരുപാട് കളിയാക്കലും കുറ്റപ്പെടുത്തലും ഒക്കെ കേൾക്കേണ്ടി വരും. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് വരുന്ന കാര്യങ്ങളാണ്. മിൽക്കിന്റെ ക്രിയേറ്റിവിറ്റി മനസ്സിലാക്കാനുള്ള ടേസ്റ്റ് ആ ക്ലയന്റിനില്ല എന്ന് വിചാരിച്ചാൽ മതി എന്നിങ്ങനെ എന്തൊക്കെയോ അവൻ പറഞ്ഞവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. കൂടാതെ ഓരോ കോമഡി ഒക്കെ കാണിച്ച് അവളെ ഒരുവിധം ചിരിപ്പിച്ചൊക്കെ എടുത്ത് അങ്ങനെ മനസ്സൊന്ന് തണുക്കുമ്പോഴാണ് അവൾ ഫുഡൊക്കെ കഴിക്കുന്നത്. അങ്ങനെ ഏറെ നേരം അവരുടെ കൂടെ സംസാരിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച് വളരെ ഹാപ്പിയായി സങ്കടങ്ങളൊക്കെ മറന്നാണ് അന്ന് വീട്ടിലേക്ക് മിൽക്ക് തിരിച്ചെത്തുന്നത്. അവൾ വന്നിരിക്കുമ്പോഴേ അമ്മ ഒരുമാതിരി ഒരു സ്മെല്ല് ചെയ്യാണ് അവളെ. ഈ പൂച്ചക്കുട്ടിയും പട്ടിക്കുട്ടിയും ഒക്കെ അവരുടെ പ്രിയപ്പെട്ടവർ എത്തുമ്പോ ഇങ്ങനെ സ്നേഹത്തിൽ സ്മെല്ല് ചെയ്യില്ലേ, അതേ കണക്ക് അമ്മ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോ എന്താ അമ്മ ഈ കാണിക്കുന്നതെന്ന് അവള് ചോദിക്കുന്നു. നീ ഇന്ന് ആ പയ്യന്റെ കൂടെ പുറത്തു പോയിരുന്നു അല്ലേ എന്ന് അമ്മ ചോദിക്കുമ്പോ അമ്മ അത് പിന്നെ ഞാൻ ഇന്ന് ഓഫീസിൽ നിന്ന് കുറെ വഴക്ക് കേട്ടു, അപ്പോ അതിന്റെ പേരിൽ എന്നെ ഒന്ന് ചിയർ ചെയ്യാനായി ഫുഡ് കഴിക്കാൻ പോയതാ, അല്ലാതെ വേറൊന്നും ഇല്ലെന്ന് അവള് പറയുമ്പോ എന്തായാലും ഞാൻ നിന്റെ അമ്മയല്ലേ, എനിക്ക് അറിഞ്ഞൂടെ എന്ന് പറയുന്ന അമ്മ എന്തായാലും പൗർണമിയുടെ കാര്യം മറക്കണ്ട, നേരത്തെ വരണമെന്ന് അവളോട് അന്നും പ്രത്യേകം പറയുന്നു. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം കഴിഞ്ഞ ദിവസം അവൾക്ക് ശരിയാവാഞ്ഞ ആ ഒരു പോസ്റ്റർ വീണ്ടും റെഡിയാക്കി പ്രസന്റ് ചെയ്യേണ്ട ദിവസമാണ്. അവള് രാവിലെ തന്നെ അത് റെഡിയാക്കി ഡ്യൂവിനെ കാണിക്കുമ്പോൾ അവൻ അതിൽ വരുത്തേണ്ട ചില ചേഞ്ചസ് അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഒപ്പം തന്നെ അപ്പോഴും അവളെ ചിയർ ചെയ്യുന്ന രീതിയിൽ അവൻ സംസാരിക്കുന്നുണ്ട്. ഇന്ന് ആ ക്ലയന്റിനെ പോസ്റ്റർ കാണിച്ച് അപ്രൂവൽ വാങ്ങേണ്ട ഫൈനൽ ദിവസമാണ്. ഇന്നും കൂടി അത് അപ്രൂവ് ചെയ്തില്ലെങ്കിൽ ഈ പ്രോജക്റ്റ് തന്നെ അവർക്ക് നഷ്ടപ്പെടും. അതിന്റെ പേരിൽ ഇവൾക്ക് നല്ല പണി കിട്ടാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും നെഗറ്റീവായ രീതിയിൽ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ ഇവൾ അപ്സെറ്റ് ആവരുതെന്ന് കരുതി അതിൽ വരുത്തേണ്ട ചേഞ്ചസിനോടൊപ്പം തന്നെ മോട്ടിവേഷണലായും അവൻ സംസാരിച്ചു. അവൾ അങ്ങനെ ടെൻഷൻ ഉണ്ടെങ്കിലും അവൻ നൽകിയ ധൈര്യത്തിന്റെ പുറത്ത് ക്ലയന്റ് മേള മീറ്റിംഗിന് പോകുന്നത്. ഈ സമയത്തെല്ലാം തിരിച്ചു വന്ന് അവൾ എന്ത് പറയും എന്നുള്ള പേടിയിൽ തന്നെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു ഡ്യൂവും അവളുടെ കൊളീഗും. അല്പം കഴിഞ്ഞ് അവൾ എത്തുമ്പോൾ മുഖത്തെ സങ്കടഭാവം കണ്ട് അപ്രൂവൽ കിട്ടിക്കാണില്ല എന്ന് ഇവർ കരുതുന്നുണ്ടെങ്കിലും അടുത്ത നിമിഷം അവൾ ചിരിച്ചുകൊണ്ട് ഓക്കെ ആയെന്ന് പറഞ്ഞ് തുള്ളി ചാടുമ്പോഴാണ് അവർക്ക് സമാധാനമാവുന്നത്. എന്തായാലും ഓക്കെ ആയ സ്ഥിതിക്ക് ട്രീറ്റ് വേണമെന്ന് കൊളീഗ് പറയുമ്പോൾ അവളുടെ മുഖം വാടുന്നു. കാരണം ഇന്ന് പൗർണമിയാണ്, പൗർണമിക്ക് നേരത്തെ വീട്ടിൽ ചെല്ലേണ്ടതല്ലേ, ഇന്ന് വേണ്ട നാളെ പോകാന്ന് അവള് പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞ് കൊളീഗും പോന്നു. പക്ഷെ ആ സമയത്താണ് മറ്റൊരു പ്രശ്നം. കുറച്ചു ദിവസം മുന്നേ ഒരു 10% ഡിസ്കൗണ്ടിന്റെ പോസ്റ്റർ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ മിൽക്ക്. പക്ഷെ അവൾ അതിന്റെ ഇടയിൽ കണ്ണടയൊക്കെ ഇട്ട് തന്റെ മുന്നിൽ ഡ്യൂ ഇരിക്കുന്ന കണ്ട് പേടിച്ചും ആ ഒരു 10 സീറോ ഞെക്കാനായി പേടിച്ചും ഒക്കെ ആ സീറോ ഞെക്കുന്ന കാര്യം വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ 10% പകരം 1% എന്നാണ് പോസ്റ്റർ അവൾ ഡിസൈൻ ചെയ്തതും അത് പ്രിന്റിങ്ങിന് അയച്ചു കൊടുത്തതും അങ്ങനെ ഒരുപാട് കോപ്പീസ് പ്രിന്റ് എടുത്ത് ഒട്ടിച്ചതും. ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം അവളുടെ ബോസ് കാണുന്നത്. ബോസ്
വേഗം തന്നെ അവളെ ഇതിന്റെ കാര്യത്തിൽ ഷൗട്ട് ചെയ്യുന്നു. 10% പകരം 1% ഒന്ന് പ്രിന്റ് അടിച്ച് നിന്നെ ഞാൻ എന്തോ ചെയ്യേണ്ടത്, മര്യാദയ്ക്ക് പുതിയത് തയ്യാറാക്കി ഇന്ന് രാത്രി തന്നെ ഇത് റെഡിയാക്കി എടുത്തോണം. നാളെ ആവുമ്പോ ഇത് പ്രശ്നമായി മാറും. നമ്മുടെ ക്ലയന്റ് ഇത് അറിയുന്നതിന് മുന്നേ ഇത് തിരുത്തിയേ പറ്റുമെന്ന് ബോസ് പറയുമ്പോൾ അന്ന് പൗർണമി ആണെങ്കിൽ പോലും അവൾക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ അവൾ പുതിയ കോപ്പി ഡിസൈൻ ചെയ്ത് പ്രിന്റ് എടുത്ത് അത് ഒട്ടിക്കാനായി പോകുമ്പോൾ അവളുടെ കൂടെ സഹായിക്കാനായി ഡ്യൂവും പോകുന്നുണ്ട്. അവൾക്കാണെങ്കിൽ നല്ല നിലാവല്ലേ പൗർണമി ദിവസം ഉള്ളത്, അങ്ങോട്ട് നോക്കാൻ തന്നെ പേടി. അത് മനസ്സിലാക്കുന്നവൻ അവൾ ഓൾറെഡി അവൾക്ക് ഇങ്ങനെ പൂർണ്ണചന്ദ്രനെ ഒക്കെ കാണുന്നത് പേടിയാണെന്ന് അന്ന് പറഞ്ഞ ഓർമ്മയുള്ളത് കൊണ്ട് കുടയൊക്കെ കൊണ്ടുവരുന്നു. ഇങ്ങനെ മഴയില്ലാത്ത സമയത്ത് അവനെ കുടയും പിടിച്ചു നിൽക്കുന്നത് കണ്ട് ആദ്യം അവൾക്ക് ആരും മനസ്സിലാവാതെ ചോദിക്കുമ്പോൾ നിനക്ക് വേണ്ടിയാ, നിനക്ക് ചന്ദ്രനെ പേടിയല്ലേ എന്ന് പറഞ്ഞ് അവൻ ആ കുട വളരെ കെയറോട് കൂടി അവളുടെ തലയുടെ മുകളിലായി പിടിക്കുമ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷം. അങ്ങനെ ഇവർ അവിടെയൊക്കെ പോസ്റ്റർ ഒട്ടിച്ചു കഴിഞ്ഞാൽ അല്പം മാറി ഒരു സ്ഥലത്ത് ഒട്ടിക്കണം, ഇവിടെ നിൽക്ക് ഞാൻ വേഗം ഒട്ടിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് അവൾ പോകുമ്പോൾ അവൻ കൂടെയും കൊടുത്തു വിടുന്നു. പക്ഷെ അവൾ തിരിച്ചു വരുന്നതിന് മുന്നേ ഒറ്റയ്ക്ക് നിന്ന് ഇവന്റെ അടുത്തേക്ക് എത്തിയ ഒരു കള്ളൻ അവനെ കത്തി കാണിച്ച് പേടിപ്പിച്ച് അവന്റെ ലാപ്ടോപ്പ് ഒക്കെ അടിച്ചു മാറ്റാൻ നോക്കുന്നു. ലാപ്ടോപ്പ് അവന് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ജോലി സംബന്ധമായ എല്ലാം അതിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവൻ ലാപ്ടോപ്പ് കൊടുക്കാതെ വേണമെങ്കിൽ കാശ് തരാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ആ കള്ളന് ലാപ്ടോപ്പ് തന്നെ വേണം. അവൻ എന്ത് ചെയ്യുന്ന ആകെ കുഴഞ്ഞു നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് മിൽക്ക് മടങ്ങി വരുന്നത്. അവളീ കാഴ്ച കണ്ട് ആകെ ഷോക്കാവുന്നു. അവനാകട്ടെ അവൾ ഇങ്ങോട്ട് വന്നാൽ അവളെയും ഇയാൾ ഉപദ്രവിച്ചാലോ എന്ന് പേടിച്ച് നീ ഇങ്ങോട്ട് വരണ്ട പൊക്കോ എന്ന് പറയുന്നുണ്ടെങ്കിലും അവൾ അത് കേൾക്കുന്നില്ല. അവൾ പതിയെ ചൂടിയിരുന്ന കുടതാത്ത് നിലാവിലേക്ക് നോക്കുന്നു. പൂർണ്ണചന്ദ്രനിലേക്ക് നോക്കുന്ന ആ ഒരു സമയത്ത് അവളിൽ ആകെ വല്ലാത്തൊരു മാറ്റം വരുന്നുണ്ട്. പതിയെ അവളുടെ ചെവിയുടെ ഒക്കെ രൂപം മാറുന്നു. പൂച്ചയുടേത് കണക്ക് അവളുടെ ചെവികൾ മാറുമ്പോൾ ഇത് കണ്ട് തന്റെ മുന്നിൽ നിൽക്കുന്ന പൂച്ചയുടെ തലയ്ക്ക് സാമ്യമായ ശിരസും മനുഷ്യന്റെ ഉടലോടും കൂടിയ ഈ രൂപത്തെ കണ്ട് ആ കള്ളനാകെ പേടിച്ചോടുന്നു. സത്യത്തിൽ മിൽക്ക് ഒരു കാറ്റ് വുമൺ ആണ്. ഇതേപോലെ പൂർണ്ണചന്ദ്രനെ അവൾ നോക്കിക്കഴിഞ്ഞാൽ അവളുടെ ഉള്ളിലെ ആ ഒരു പൂച്ച പുറത്തേക്ക് വരും. അതുകൊണ്ടാണ് അമ്മ പ്രത്യേകം അവളോട് പൗർണമി ദിവസം നേരത്തെ വീട്ടിൽ വരണം എന്നത് പറഞ്ഞത്. അവൾക്ക് പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ ഇവിടേക്ക് വരാതിരിക്കാനും വഴിയില്ലായിരുന്നു. അവനെ രക്ഷിക്കാനായി അവളുടെ ഈ ഒരു രൂപം പുറത്ത് കൊണ്ടുവരാതിരിക്കാനും വഴിയില്ലായിരുന്നു. അങ്ങനെ എന്തായാലും ഇവളെ കണ്ട് പേടിച്ച ആ ഒരു കള്ളൻ ലാപ്ടോപ്പും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അപ്പോഴേക്കും ശരീരമാകെ തളർന്ന് പഴയ രൂപത്തിലായി അവിടെ കുഴഞ്ഞു വീണിട്ടുണ്ടായിരുന്നു മിൽക്ക്. ഇതെല്ലാം കണ്ട് ഡ്യൂവും ആകെ പേടിച്ചു പോയി. അവളെ വീഴുന്ന കണ്ട് അവൻ നേരെ അവളുടെ അടുത്തേക്ക് ഓടി വന്ന് നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ തന്നെ പൂച്ചയുടെ രൂപത്തിൽ കണ്ടല്ലോ എന്ന ആ ഒരു പേടിയില് അവൾ ഒന്നും ഇടാതെ അവന്റെ അടുത്ത് നിന്ന് ഓടിപ്പോകുമ്പോ ഇവളെന്തിനാ ഇങ്ങനെ പോകുന്നതെന്നുള്ള മട്ടിലായിരുന്നു അവന്റെ നിൽപ്പ്. അവൾ കരഞ്ഞുകൊണ്ടാണെന്ന് വീട്ടിലേക്ക് എത്തുന്നത്. അവളെ കാണാതെ ടെൻഷനായിരുന്ന അമ്മയ്ക്ക് ഇതും കൂടി കാണുമ്പോൾ എന്തോ പറ്റിയെന്ന് മനസ്സിലാവുന്നു. മിൽക്ക് മാത്രമല്ല ഇങ്ങനെ അവളുടെ ഫാമിലിയിലുള്ള എല്ലാവരും പൂച്ച മനുഷ്യരാണ്. പൂർണ്ണ നിലാവുമായി ഡയറക്റ്റ് ഐ കോണ്ടാക്ടിൽ വന്നാലാണ് ഇവരുടെ പൂർണ്ണ രൂപം പുറത്തേക്ക് വരുന്നത്. അമ്മയും ഒരു പൂച്ച ആയതുകൊണ്ടാണ് അവളെ സ്മെൽ ചെയ്ത് അവൾ കറക്റ്റായി ഡ്യൂവിന്റെ കൂടെ ആയിരുന്നു പോയതെന്ന കാര്യങ്ങളൊക്കെ അമ്മ മുന്നേ കണ്ടുപിടിച്ചതും. എന്തായാലും അമ്മ അവളെ സാരമില്ലെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. വേറെ ഒന്നും അമ്മയ്ക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. അടുത്ത ദിവസം അവൾ ഓഫീസിലേക്ക് ചെന്നില്ല. അവൾ തന്നെ അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ഓഫീസിൽ വരാത്തത് എന്ന് നന്നായി മനസ്സിലാക്കുന്ന ഡ്യൂ അവളെ കാണാനായി അവളുടെ താമസ സ്ഥലത്തേക്ക് ചെല്ലുന്നു. അവിടെ വെച്ച് അവളെ കാണുമ്പോൾ അവൾ അവോയ്ഡ് ചെയ്യാൻ പോകാൻ നോക്കുന്നുണ്ടെങ്കിലും അവൻ അവളെ വിടുന്നില്ല. നോക്ക്, നീ എന്നെ എന്തിനാ അവോയ്ഡ് ചെയ്യുന്നത്? ഞാൻ നിന്നെ കണ്ട് പേടിക്കുന്നു വിചാരിച്ചിട്ടാണെങ്കിൽ അത് വെറുതെയാ. ആ ഒരു സാഹചര്യത്തിൽ നിനക്ക് അത് നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞിട്ട് പോലും നീ നിന്റെ കാര്യങ്ങളൊന്നും തന്നെ ചിന്തിക്കാതെ എന്നെ ഹെൽപ്പ് ചെയ്യാനായി അത്രയും വലിയ റിസ്ക് എടുത്തല്ലേ. ആ നിന്നെ എനിക്ക് എങ്ങനെ പേടിക്കാൻ കഴിയും? നിന്നോട് എനിക്ക് ഇഷ്ടം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന അവൻ അവളൊരു മനുഷ്യനല്ല എന്ന ആ ഒരു ന്യായമൊക്കെ നിർത്തുമ്പോൾ അതൊന്നും വിഷയമല്ല. നീ ഒരു കാറ്റ് വുമൺ ആണെന്നും ഏത് സാഹചര്യത്തിലാണ് നീ ആ രൂപത്തിലേക്ക് മാറുന്നതെന്നും എനിക്കിപ്പോ മനസ്സിലായിട്ടുണ്ട്. എനിക്ക് നീ എന്റെ കൂടെ വേണം, ആ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവളെ പ്രപ്പോസ് ചെയ്യുന്ന സമയം അവളും അവനെ ഇഷ്ടമാണ്, പക്ഷേ ഇതെങ്ങനെ വർക്കൗട്ട് ആകുമെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞ ഒരു റിലേഷനും അടിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവൻ അവളെ ഇഷ്ടമാണെന്ന് തന്നെ വാശി പിടിച്ച് നിൽക്കുമ്പോൾ അവൾക്കും അവനോട് ഓക്കെ പറയേണ്ടി വരുന്നു. അങ്ങനെ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്ന സമയം അവൾക്ക് കുടിക്കാനായി അവന്റെ ഫേവറേറ്റ് ജ്യൂസ് കയ്യിൽ കരുതിയത് അവൻ കൊടുക്കുമ്പോൾ ഈ ജ്യൂസ് ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല, നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ എന്ന് പറഞ്ഞ് അവൾ അത് കുടിച്ച് അഭിപ്രായം പറയുമ്പോൾ അതെന്താ കുടിക്കാത്ത, ഇത് വളരെ പോപ്പുലർ ആയ ഒരു ഡ്രിങ്ക് അല്ലേ എന്ന് അവൻ ചോദിക്കുമ്പോൾ അത് പിന്നെ ഇതില് 0 എന്ന് കൊടുത്തിരിക്കുന്ന കണ്ടോ, എനിക്ക് പൂർണ്ണചന്ദ്രനെ പേടിയുള്ളത് കൊണ്ട് തന്നെ അത് കണക്ക് വട്ടത്തിൽ എന്ത് കണ്ടാലും പേടിയാ, അതുകൊണ്ട് തന്നെ ഞാൻ ഈ ജ്യൂസ് ട്രൈ ചെയ്തിട്ടില്ല എന്ന് അവള് പറയുമ്പോൾ എന്നിട്ട് ഇപ്പൊ പേടിയില്ലാതെ കുടിച്ചല്ലോ, അതെന്ത് പറ്റിയെന്ന് അവൻ ചോദിക്കുന്നു. അത് നീ ഉള്ളത് കൊണ്ടാന്ന് അവള് പറയാതെ ഒരു ചിരി മാത്രം മറുപടി കൊടുക്കുന്നു. ഓ അപ്പൊ അതുകൊണ്ടല്ലേ എന്നെ ആദ്യം കണ്ടപ്പോഴേ എന്റെ കണ്ണാടി കണ്ട് പേടിച്ച് എന്നെ തള്ളിക്കളഞ്ഞതെന്ന് അവൻ ചോദിക്കുമ്പോൾ അവള് ചിരിക്കുകയാണ്. ഇതേ സമയം ഇപ്പൊ നിനക്ക് എത്ര പേടിയുണ്ട് എന്നൊന്ന് ടെസ്റ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അവൻ ആ ജ്യൂസ് ബോട്ടിലിന്റെ അടപ്പെടുത്ത് അവളെ പേടിപ്പിക്കാനായി നോക്കുന്നുണ്ടെങ്കിലും അവൻ കൂടെയുള്ള ധൈര്യത്തിൽ അവൾ അത് കണ്ട് പേടിക്കാതെ അവൻ കാണിക്കുന്ന കോമഡി കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ്. തന്റെ ഏറ്റവും വലിയ വീക്ക്നെസ് മനസ്സിലാക്കിയിട്ടും തന്നെ കൂടെ നിർത്താനായി ആഗ്രഹിക്കുന്ന അവനും സ്വയം അത് ആപത്താണെന്ന് അറിഞ്ഞിട്ട് പോലും തന്നെ രക്ഷിക്കാനായി വളരെയധികം റിസ്ക് എടുത്ത അവളും കൂടെ ഉണ്ടെങ്കിൽ ലൈഫ് ലോങ് ഹാപ്പിയായി ഇതുപോലെ മുന്നോട്ട് പോകുമെന്ന വിശ്വാസവും അവർക്കുണ്ട്. അങ്ങനെ ഇവരിവിടെ ഹാപ്പിയായി ഒന്നിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കുഞ്ഞു സ്റ്റോറി അവസാനിക്കുന്നു. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.